ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേർക്കുള്ള ഒരു സംശയമാണ്. നമ്മുടെ LP UP എക്സാമിന് അല്ലെങ്കിൽ കേട്ടിട്ട് എക്സാമിന് ഈ മാത്സ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എങ്ങനെയാണ് ഈ മാത്സ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പോൾ സയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് SCERT പുസ്തകം വായിച്ച് പഠിക്കാം. അതുപോലെ നമുക്ക് എന്താണ് പല തിയറിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ഈ മാത്സ് എങ്ങനെയാ പഠിക്കുക? ഈ മാത്സ് എവിടെയാ തുടങ്ങുക? ഓരോ പ്രോബ്ലം കാണുമ്പോഴും അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് കൃത്യമായി അത് ചെയ്യാനും ആൻസർ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ സ്വയമേ പഠിച്ച് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ്. അപ്പോൾ ഇന്ന് ഇതിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ബേസിക് നോളജ് ആണ്. അതായത് മാത്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിഞ്ഞിരിക്കണം. അടിസ്ഥാനം നന്നായി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് വരും? ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ് എന്താണ്, ഇത് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബേസ് അടിപൊളിയാക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനം നന്നാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 1-2 ദിവസം ചെയ്താൽ പോരാ. അത് ഒരു ദിനചര്യ, ഒരു റുട്ടീൻ ആയിരിക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം മാത്സ്. എങ്കിലേ നിങ്ങൾക്കത് പരീക്ഷ എത്തുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപേ ഞാൻ ആദ്യമേ പറഞ്ഞു ബേസ് നമ്മൾ അടിപൊളിയാക്കണം. അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പൊ പരീക്ഷ, ഇനി വരാനിരിക്കുന്ന പരീക്ഷ എഴുതാനുള്ളവരായിരിക്കും അല്ലെ. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ എന്താണ്, സമയമുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ കേട്ടിട്ട് എക്സാം വരുന്നുണ്ട്. ഇനി ഒരു 1 year ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് LP UP പരീക്ഷ ഉണ്ടാകും. സോ ഈ ഒരു പരീക്ഷയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ മാത്സ് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ തുടങ്ങാം. എങ്ങനെ തുടങ്ങണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നതാണ്. പക്ഷെ എങ്കിലും ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഡെയിലി വായിക്കുകയും എഴുതുകയും ചെയ്യണം. അതായത് നമുക്ക് നമ്പേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളൊരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ട് ഡെയിലി അതൊന്ന് നോക്കി പോകുക. ചിലപ്പോൾ ഈ വലിയ വലിയ നമ്പർ 13 × 17 ഇതൊക്കെ നമ്മൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സംഖ്യകളെയൊക്കെ റിപ്പീറ്റഡ്ലി ഡെയിലി നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനും നമുക്കത് ഹെൽപ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓഡ് വൺ ഔട്ട് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്പേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും മിനിമം ഒരു 20 വരെയുള്ള സ്ക്വയറുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്ക്വയറും സ്ക്വയർ റൂട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അതേപോലെ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ്, ഒരു 15 വരേക്കുമുള്ള ക്യൂബും ക്യൂബ് റൂട്ടും നമ്മൾ പഠിച്ചിരിക്കണം. നിർബന്ധമായും പഠിച്ചിരിക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇതൊക്കെയാണ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, സ്ക്വയർ റൂട്ട്, ക്യൂബ്സ്, ക്യൂബ് റൂട്ട്സ്. പിന്നെയോ ബേസിക് ഓപ്പറേഷൻ ഓൺ നമ്പേഴ്സ്, അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് കുറേ പേർക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല അല്ലെ. കട്ട് ചെയ്യാൻ അറിയില്ല. പിന്നെ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. ചില പോയിന്റുകൾ കൃത്യമായിട്ട് ഇടാനായിട്ട് അറിയില്ല. അതൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ അങ്ങോട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടിരിക്കണം. ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട്, കട്ട് ചെയ്ത ആൻസർ കാണാനായിട്ട്, പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ എന്തൊക്കെയാ ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ നിങ്ങൾ ആദ്യമേ ഉറപ്പിച്ചിരിക്കണം. ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. സോ ഇനി മാത്സ് പഠിച്ചു തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മാത്സ് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് എന്ന് തോന്നുന്നവര് ഇവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഇത് നിങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും ചെയ്തു തീർക്കേണ്ട കാര്യമല്ല.
ഇത് നിങ്ങളുടെ പരീക്ഷ തീർന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ഈ ഒരു സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യൂബും ക്യൂബ് റൂട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വായിക്കുന്നതും എഴുതി നോക്കുന്നതും ഒക്കെ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര പഠിക്കുന്ന ആളാണെങ്കിലും ഡെയിലി രാവിലെ എണിച്ചൊരു 15 മിനിറ്റ് ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചിരിക്കണം. അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വിത്തിൻ 2 months നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്? ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയിലാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇപ്പോൾ ഒരു ജനറൽ PSC ആണെങ്കിൽ അതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്. ഇപ്പോൾ LP UP പോലുള്ള എക്സാം ആണെങ്കിൽ അതും ഒരു പ്രത്യേക സിലബസ് തന്നിട്ടുണ്ട്. ടെസ്റ്റ് എക്സാം ആണെങ്കിലും അതിനും അവരൊരു പ്രത്യേക സിലബസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ എങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാ വരുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഏത് ലെവലിലെ വരെ നിങ്ങൾ പഠിച്ചു പോകണം എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ്. ദെൻ SCERT NCERTയുടെ വെയിറ്റേജ്, അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയിലാണ് SCERT പാഠഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം LP UP പരീക്ഷകളിലൊക്കെ SCERT നല്ലോണം വെയിറ്റേജ് ഉള്ളതാണ്. അതായത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള നല്ല നല്ല ചോദ്യങ്ങളാണ് LP UP പരീക്ഷയ്ക്ക് ചോദിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് SCERT 5 മുതൽ മിനിമം ഒരു +1 വരെയുള്ള അല്ലെങ്കിൽ 10 വരെയുള്ള എങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യമായിരിക്കും. ആ ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വരണമെന്നില്ല. പക്ഷെ ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരാം. നിങ്ങൾ കഴിഞ്ഞ LPSA എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ SCERTയുടെയും NCERTയുടെയും വെയിറ്റേജ് മനസ്സിലാക്കി അവിടെ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. ആദ്യം SCERTയിൽ തുടങ്ങുക. ഒരു 4ാം ക്ലാസ് തൊട്ടിട്ടുള്ള 4ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. ഇപ്പോഴാണെങ്കിൽ കുറെ, അതായത് നമ്മുടെ 7, 9, 5 എന്നീ ക്ലാസ്സുകളിലേക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കുക. പിന്നെ കണ്ടന്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കണ്ടന്റ് കൂടുതലുള്ളത് പഴയ ടെക്സ്റ്റ് ബുക്കിലുമാണ്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കും പുതിയ ടെക്സ്റ്റ് ബുക്കും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അവിടുത്തെ കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് പക്ക ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ ഈ SCERT പഠിക്കുന്ന സമയത്ത് അതും കുട്ടികൾക്കും എന്താണ്, ബേസിക്കിൽ നിന്നാണ് പഠിക്കുക അല്ലെ, അതേപോലെ നിങ്ങളും പഠിച്ചു പോകും. ബേസിൽ നിന്ന് തന്നെ നിങ്ങളും മുകളിലോട്ട് SCERT പഠിക്കുമ്പോൾ പോയിക്കോളും. ഇനി കീപ് എ ഫോർമുല നോട്ട്ബുക്ക് വിത്ത് എക്സാമ്പിൾസ്. നമുക്ക് എന്തെങ്കിലും സംശയം വന്നു, ഒരു ചോദ്യം വന്നു, ആ ചോദ്യത്തിന് ആൻസർ കാണണം. പെട്ടെന്ന് നമുക്കത് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ നോട്ട് എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുന്നതിന് പകരം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ഫോർമുലകളൊക്കെ ചെറിയൊരു പുസ്തകത്തിനകത്ത്, ചെറിയൊരു ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ബുക്കിനകത്ത്, അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ A4 ഷീറ്റിനെ 4 മടക്കി അതിനകത്ത് ചെറുതായി എഴുതി വെച്ചാലും മതി. അപ്പോൾ ആ രീതിക്ക് ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോർമുല ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ നോട്ട് ബുക്ക് വലിയ 200-300 പേജിന്റെ നോട്ട് ബുക്ക് മറിച്ച് നോക്കണതിനെക്കാട്ടും നല്ലത് ഈ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഫോർമുല മനസ്സിലാക്കി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഫോർമുല നോട്ട്ബുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അത് എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷനും സ്ക്വയറും ക്യൂബും ഒക്കെ വായിക്കുന്ന കൂട്ടത്തിൽ ഈ ഫോർമുലയും കൂടെ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഷോർട്ട് ട്രിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് എഴുതി വെക്കാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ, റിവൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. പിന്നീട് ആ ഒരു ചോദ്യം മറ്റൊരു ദിവസം നമ്മൾ കാണുമ്പോൾ എളുപ്പത്തിൽ നമുക്കതിന് ആൻസർ കിട്ടുകയും ചെയ്യും. ആ രീതിക്ക് ഫോർമുല നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഷോർട്ട് കട്ട്സും ട്രിക്കും ഒക്കെ പഠിക്കുക. ആദ്യം തന്നെ ഷോർട്ട് കട്ടും ട്രിക്കും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചോദ്യത്തിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ട്രിക്ക് അതിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം കൃത്യമായിട്ട് ചെയ്യുന്ന രീതികൾ പഠിക്കുക. പിന്നീട് ഷോർട്ട് ട്രിക്കുകൾ പഠിക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സമയലാഭമാണ് നമുക്ക് അല്ലെ.
സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഷോർട്ട് ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുത്ത് അത് കാണുക. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ട്രിക്കുകളൊക്കെ എഴുതി മനസ്സിലാക്കി ഈ ഫോർമുല ബുക്കിലേക്ക് വെക്കുക. അപ്പോൾ ഷോർട്ട് ട്രിക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ പ്രാക്ടീസ് ആവുമ്പോൾ പിന്നെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെൽഫ് അസസ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എനിക്ക് മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാം, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നും. ചില ആൾക്കാർക്ക് തോന്നും എനിക്ക് ഒട്ടും അറിയില്ല, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവരായിരിക്കും. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 10 ചോദ്യം ആൻസർ ചെയ്ത് നോക്കാം. ആ 10 എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ എല്ലാവരും നല്ല മാർക്ക് കിട്ടാം, ചിലപ്പോൾ നല്ല മാർക്ക് ലോ ആയിരിക്കാം അല്ലെ. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്ന്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കുറച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്, കറക്റ്റ് ആയിട്ടാണ് പഠിച്ചു പോകുന്നതെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെൽഫ് അസസ്മെന്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതായത് ഓരോ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. മാർക്ക് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, നെഗറ്റീവ് മാർക്ക് കൂടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി അസസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. പിന്നെ നെഗറ്റീവ് മാർക്സ്, നമ്മുടെ പരീക്ഷയ്ക്കുള്ള മറ്റൊരു ആളാണ് ഈ നെഗറ്റീവ് മാർക്ക്. ഈ നെഗറ്റീവ് മാർക്കിനെ ഒഴിവാക്കാനുള്ള പ്രാക്ടീസ് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങണം. കാരണം നമുക്കൊരു പ്രവണതയാണ് പരീക്ഷ കഴിയാനാവുന്ന സമയത്ത് കുറേ കറുപ്പിക്കുക അല്ലെ. അങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അത് പാടെ ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നെഗറ്റീവ് മാർക്കിനെ നമ്മൾ നന്നായി പേടിക്കുകയും വേണം. നെഗറ്റീവ് മാർക്ക് നമ്മളെ ഒരുപാട് റാങ്കുകൾ ഒരുപാട് താഴോട്ടാണ് എത്തിക്കുക. അതുകൊണ്ട് ഈ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് x² എന്തായിരിക്കും എന്നായിരിക്കും. നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കി ചെയ്ത് എക്സ് വരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ x കാണുമ്പോഴത്തേക്കും ഓപ്ഷൻ മാർക്ക് ചെയ്യും. പക്ഷെ ചോദിച്ചിട്ടുള്ളത് x² ആണ്, അത് വേറെ ഓപ്ഷൻ ആയിരിക്കും. അത് ശ്രദ്ധിക്കാതെ ഈ ചാടിക്കേറിയുള്ള ആൻസർ മാർക്ക് ചെയ്യലും ഇതൊക്കെയാണ് നമ്മളെ നെഗറ്റീവ് വരുത്തുക, കെയർലെസ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഇതൊക്കെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പരീക്ഷയോട് അടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും പഠിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക. ഒരു ചോദ്യം, ഒരു പ്രോബ്ലം കണ്ടെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാൻ അറിയില്ല, എന്തെങ്കിലും റെഫർ ചെയ്തു ആൻസർ എഴുതി, അങ്ങനെ പാടില്ല. ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ആൻസർ കൊടുക്കുക. എന്നിട്ട് 10 ചോദ്യം ആൻസർ ചെയ്യുക. എന്നിട്ട് മാർക്ക് എത്ര കിട്ടി നോക്കുക. എന്നിട്ട് അത് പഠിക്കാൻ നിൽക്കുക. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ശ്രദ്ധയുണ്ടാവില്ല. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ ആലോചിച്ച് നോക്കില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഈ രീതിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കി പതിയെ തുടങ്ങുക. ഇനി ഇവിടെ നമ്മുടെ സിലബസിനകത്ത് മെയിൻ ആയിട്ട് എല്ലാ പരീക്ഷകളിലും ഏകദേശം ഒരേ പാറ്റേൺ ആണ് സിലബസ് പോകുന്നത്. ഇവിടെ നമുക്ക് ബേസിക് അരിത്തമാറ്റിക് വരുന്നുണ്ട്. ബേസിക് അരിത്തമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബോർഡ് മാസ് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു തുടങ്ങുക. നമ്മുടെ പരീക്ഷയ്ക്ക് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളും ഉണ്ടാവും, സെന്റൻസ് ടൈപ്പ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പർ റിലേറ്റഡ് ആണ്, ബോർഡ് മാസ് നമ്പർ റിലേറ്റഡ് ആണ്, പിന്നീട് നമുക്ക് എക്സ്പോണൻസ് അത് നമ്പർ റിലേറ്റഡ് ആണ് വരിക. ഇങ്ങനെ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ, സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓഡ് വൺ ഔട്ട്, ഇതൊക്കെ നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് ആദ്യം പഠിക്കുക. പിന്നെ നമുക്ക് ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ആ ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ നമുക്ക് സെന്റൻസ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ കാണുക. അങ്ങനെ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാം. പിന്നീട് ഫ്രാക്ഷൻ കണ്ടോ, ഇതൊക്കെ നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, പിന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ
നോർമലി ചോദിച്ചു വരുന്ന സിലബസ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള വഴി. അപ്പോൾ ഓർത്താ മതി, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ മാത്സ് മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് വരും? സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് ഒരു ടോപ്പിക്കാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് ആവറേജ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ആവറേജ് ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതെങ്കിൽ ഒരു ദിവസം ഫുള്ളും അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയം മുഴുവൻ നിങ്ങൾ ആവറേജ് പഠിക്കരുത്. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ മാത്രമേ നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട് പാടുള്ളൂ? ഈ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, 20 to 30 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ 1 മണിക്കൂറിന്റെ ക്ലാസ്, അത്രയും പഠിച്ചാൽ മതി. പിന്നെ ആവറേജ് കംപ്ലീറ്റ് ആയിട്ട് അന്ന് തന്നെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 5 മണിക്കൂർ ഇരുന്ന് ആവറേജ് പഠിക്കാൻ നിൽക്കരുത്. കുറച്ചായിട്ട് പഠിച്ചു പോവുക. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാൻ കുറച്ച് സമയം, ഇപ്പൊ ടോപ്പിക്ക് പഠിക്കാൻ കുറച്ച് സമയം, പിന്നെ ഒരു 15 മിനിറ്റ് അതിന്റെ എക്സാമ്പിൾസ് പഠിക്കാൻ, പിന്നെ അതിന്റെ പ്രാക്ടീസ് അല്ലെ. ഒരു രാവിലെയൊക്കെയാണ് നിങ്ങൾ ഇത് പഠിക്കുന്നതെങ്കിൽ വൈകുന്നേരം അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം മതി. അങ്ങനെ പഠിച്ചു പോയാൽ മതി ഓരോ ടോപ്പിക്കും. അടുത്ത ദിവസമാണെങ്കിൽ ഈ ആവറേജിന്റെ നെക്സ്റ്റ് പാറ്റേൺ അല്ലെ, ആവറേജ് പല ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനാവും. നെക്സ്റ്റ് ക്ലാസ്, ഇപ്പൊ നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓരോ ക്ലാസ്സും ഒരു 45 to 50 മിനിറ്റ്സ് ഉള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യം ഒരു ക്ലാസ് കാണുക, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ നാളെ മറ്റൊരു ക്ലാസ് കാണുക, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു പോവുക. അങ്ങനെ നിങ്ങൾ പോവുക. ഇതിപ്പോ ഒരു ദിവസം ഒരു 5 മണിക്കൂറും ഇത് തന്നെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ജക്റ്റിനെ നിങ്ങൾ വെറുത്തു പോകും. അപ്പൊ അങ്ങനെയല്ല, ഷോർട്ട് പീരീഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഡെയിലി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ അന്ന് പഠിച്ച ഫോർമുലകളും എല്ലാം ഇങ്ങനെ ഓർത്തു നോക്കണം അല്ലെ. കിട്ടാതാവുമ്പോൾ അപ്പൊ തന്നെ ആ ഫോർമുല നോട്ട് എടുത്ത് അതൊന്ന് നോക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉറങ്ങാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും എഫക്റ്റീവ് ആയിരിക്കും. ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാത്സ് ഒരു വില്ലൻ ആകരുത്. അതിന് വേണ്ടിയിട്ട് ബേസിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഈ രീതിക്കൊക്കെ ഒന്ന് ആക്ടിവിറ്റി, അതെ ടൈം ടേബിൾ ഒക്കെ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാത്സിൽ ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ മാത്സ് എളുപ്പമാക്കാനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ് കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടേതായ സ്ട്രാറ്റജികൾ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റൊരാൾക്ക് എഫക്റ്റീവ് ആകുന്നത് അല്ലെ. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ്. ബാക്കി എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറി പറ്റുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.